ഓക്കെ. അപ്പൊ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിയറീസ് ആണ്. ഇതിനു മുമ്പ് നമുക്ക് മൂന്നാമത്തെ ഒരു ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവര് കാണുക. ഓക്കെ. നാലാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറലിസം. നാലാമത്തെ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ലിബറലിസം എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസിനായിരിക്കും അവിടെ പ്രാധാന്യമുള്ളത്. പണ്ടത്തെ കാലഘട്ടത്തിൽ എന്താണ്, എല്ലാ ആളുകൾക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ ഒരു പ്രശ്നം മുൻനിർത്തിയാണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ടായത്. അപ്പൊ ലിബറലിസം എന്തോന്നാണ്, വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ലിബറലിസം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. അപ്പൊ ലിബറലിസം എന്താണ്? മനുഷ്യന്റെ സർവോചിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്, അതായത് മനുഷ്യന്മാരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് പ്രസ്താവിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ് ഫീച്ചേഴ്സിൽ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, ഇൻഡിവിജ്വൽ ലിബർട്ടി. നമുക്കറിയാം ഇൻഡിവിജ്വൽസിന്റെ എന്താണ്, ഇൻഡിവിജ്വൽസിന്റെ ലിബർട്ടി, ഇൻഡിവിജ്വൽസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ലിബറലിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും ജനക്ഷേമം, അതാണ് മെയിൻ ആയിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാണ് നമ്മുടെ ലിബറലിസത്തിലുള്ള ആളുകൾ. അതേപോലെ തന്നെ എന്താണ്, ഇവർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരെയാണ്, ഇൻഡിവിജ്വൽസിനെയാണ്. കാരണം ഇൻഡിവിജ്വൽസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ്. അപ്പം ഇൻഡിവിജ്വൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡിവിജ്വൽസിലാണ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യിക്കുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ലിബറലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ലിബറലിസം ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് മാർക്സിസം ആണ്. മാർക്സിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആരാ വരുന്നത്, നമ്മുടെ കാറൽ മാർക്സ്. പുള്ളി തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞ സിദ്ധാന്തം ഉണ്ടാവാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, 19ാമത്തെ സെഞ്ചുറിയിൽ വെസ്റ്റേൺ യൂറോപ്പിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ലേബേഴ്സ്, നമ്മുടെ തൊഴിലാളി വർഗം. രണ്ടാമത് വരുന്നത് ഓണേഴ്സ്. ഈ രണ്ട് വർഗ്ഗക്കാരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, 19ാമത്തെ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഓർക്ക ഒന്നുകൂടി പറഞ്ഞുതരാം. 19ാമത്തെ സെഞ്ചുറിയിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ലേബേഴ്സ്, രണ്ടാമത് വരുന്നത് ഓണേഴ്സ്. ലേബേഴ്സിന്റെ മെയിൻ പരിപാടി എന്താണ്, ഇവർ തൊഴിലാളികളാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കും. ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർ മുതലാളിമാരാണ്. ലൈക്ക് ഇവരായിരിക്കും എന്ത് ചെയ്യുക, തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എന്താണ്, 19ാമത്തെ സെഞ്ചുറിയിൽ രണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ആളുകൾ ഉണ്ടായി. ആ സമയത്ത് അവരുടെ എക്കോണമി എന്ന് പറഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ്. ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് പറയുമ്പോ എന്താണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ 19ാമത്തെ സെഞ്ചുറിയിൽ എന്തുണ്ടായിരുന്നു, 19ാമത്തെ സെഞ്ചുറിയിൽ തൊഴിലാളി വർഗവും മുതലാളി വർഗവും എന്ന് പറയുന്ന ഒരു എന്താ, രണ്ട് ഗ്രൂപ്പുകൾ വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഉള്ള ആളുകളുടെ കയ്യിൽ എന്തായിരിക്കും, എപ്പോഴും കാശുണ്ട്. ഇല്ലാത്ത ആളുകൾ എന്താണ്, ഇല്ലാത്തവരായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ അതായത് ഓണേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാളികളെ കൊണ്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അവര് വലിയ ആളുകളായിട്ട് പോകുന്നു. തൊഴിലാളികൾ എപ്പോഴും എന്താണ്, അടിമകളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ഈ ഒരു 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ കാറൽ മാർക്സ് ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ട് എന്താണ്, ഇതിന്റെ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കി. അതാണ് മാർക്സിസം എന്ന് പറയുന്നത്. യൂറോപ്പിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി, കാർൽ മാർക്സ് ഒരു പരിഹാരം ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. മാർക്സിസത്തിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഉള്ളവരില്ലാത്തവനും തമ്മിലുള്ള സമരമാണ് എന്താണ്, നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള സമ്പത്ത് എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അതായത് റിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ യാന്ത്രികമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. പുതിയ പുതിയ മെറ്റീരിയൽസ് വന്നിട്ട് ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് എന്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ മാർക്സിസത്തിന്റെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ, കാറൽ മാർക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിദ്ധാന്തമാണ് മാർക്സിസം. മാർക്സിസത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. റിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡെവലപ്മെന്റ് ആണ്, അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എന്ന് പറയുന്നുണ്ട്.
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്സിസത്തിന്റെ തിയറീസ് എന്ന് പറയുന്നത്. നോക്കി വച്ചേക്കുക. മാർക്സിസത്തിന്റെ തിയറീസ് ചിലപ്പോൾ ചോദിക്കുന്നല്ല, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാർക്സിസത്തിനെ പറ്റിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 5 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 ചാപ്റ്റേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ എടുക്കും. അപ്പൊ അതിൽ ഞാൻ പറയും എങ്ങനെ വേണം എക്സാമിലോട്ട് പോവാൻ, എങ്ങനെ എനിക്ക് ആൻസർ എഴുതാം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഗാന്ധിസം ആണ്. എന്താണ് ഗാന്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധി അറിയാലോ. ഓക്കെ, പുള്ളിക്കാരൻ ഉള്ള സമയത്തല്ല, പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഉണ്ടാക്കിയ കുറച്ച് ഐഡിയോളജീസ് ആണ് ഈ ഒരു ഗാന്ധിസത്തിൽ വരുന്നത്. അപ്പൊ ഗാന്ധിസം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിന്റെ ഫോളോവേഴ്സ്, അതായത് ഗാന്ധിയുടെ ശിഷ്യന്മാരാണ് ഉണ്ടാക്കിയത്, ഗാന്ധിസം ഉണ്ടാക്കിയത്. അപ്പൊ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ, കുറച്ച് പ്രിൻസിപ്പിൾസും കുറച്ച് ഐഡിയാസ് ഒക്കെയാണ് ഈ ഗാന്ധിസത്തിൽ വരുന്നത്. മഹാത്മാഗാന്ധിയുടെ കുറച്ച് പ്രിൻസിപ്പിൾസും ഐഡിയാസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഗാന്ധിസത്തിൽ വരുന്നത്. നമുക്കറിയാം ഗാന്ധിക്ക് എന്ത് ഇഷ്ടമല്ല, വെസ്റ്റേൺ ആയിട്ടുള്ള സൊസൈറ്റി ഒട്ടും താല്പര്യമില്ല. ഗാന്ധി എന്ന് പറയുമ്പോൾ ഈ ഒരു പാശ്ചാത്യ സംസ്കാരത്തോട് വലിയ രീതിയിൽ വിമർശനം ചെലുത്തുന്ന ഒരാളാണ്. ഇപ്പം ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും അദ്ദേഹത്തിന്റെ വടി കൊണ്ട് അടിച്ചിട്ടേനെ. ഓക്കെ, മനസ്സിലായോ? അപ്പം പാശ്ചാത്യമായ സംസ്കാരങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ തന്റെ ചക്കയില് നൂർത്തുള്ള ഡ്രസ്സായിരുന്നു പുള്ളിക്കാരൻ ധരിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പുള്ളി പറയുന്നതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും എന്താണ്, അധികാര വികേന്ദ്രീകരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അധികാര വികേന്ദ്രീകരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരം നമുക്കറിയാം, അധികാരം എന്ന് പറയുന്നത് ഒരു പവറാണ്. പവർ എപ്പോഴും എന്ത് ചെയ്യുക, താഴെ തട്ടിലേക്കും കൂടി എത്തിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂളില് പ്രിൻസിപ്പൽ ഉണ്ട്. പ്രിൻസിപ്പൽ കഴിഞ്ഞ ആരാളത്, HOD. അത് കഴിഞ്ഞ ആരാളത്, ക്ലാസ് ടീച്ചർ. അത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റുഡൻസ് വരുന്നത്. അപ്പോ ഈ ലെവൽസിലെ അധികാരം എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞപ്പോ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ അതോറിറ്റിയിൽ പോയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഈ പ്രിൻസിപ്പളിന്റെ അധികാരം എന്താണ്, താഴെ തട്ടിലുള്ള ആളുകളിൽ കൂടെ എത്തിക്കുക. പ്രിൻസിപ്പളിന്റെ അധികാരം HOD-യിലേക്കും, HOD-യിൽ നിന്നും ക്ലാസ് ടീച്ചറിലേക്കും, അങ്ങനെ അധികാരത്തെ എന്താണ്, താഴെ തട്ടിലുള്ള ആളുകൾക്കും കൂടി എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ അധികാര വികേന്ദ്രീകരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താ, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുക. പിന്നെ അടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം ചെയ്ത വേറൊരു പരിപാടി എന്ന് വെച്ചാൽ കുടിൽ വ്യവസായത്തെ എന്ത് ചെയ്തു, മാക്സിമം പ്രൊമോട്ട് ചെയ്തു. ഗാന്ധി കുടിൽ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യ കുടിൽ വ്യവസായത്തിന് പേര് കേട്ട ഒരു ആയിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയും പാക്കും കൂടെ ചേർന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ വന്ന് ഫസ്റ്റ് തൊട്ടത് എവിടെയാണ്, നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസിലായിരുന്നു. കാരണം അവര് ആ സമയത്ത് ബ്രിട്ടനിലെ യന്ത്രവൽക്കരണം ഉണ്ടായിട്ട് കുറെ യന്ത്രങ്ങൾ വെച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എങ്ങോട്ടേക്ക് വന്നു, നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന വസ്ത്രമാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ ആ വസ്ത്രം യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വസ്ത്രം ആരും എന്താണ് ഉപയോഗിക്കാതെ വന്നു. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് തകർന്നു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി പ്രവർത്തിച്ചത്. അപ്പൊ ഗാന്ധിസം എന്ന് പറയുന്ന കാര്യത്തിൽ ഗാന്ധിജിയുടെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തോട് വിമർശനം പുലർത്തിയ ആളായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, പുള്ളിക്കാരൻ അധികാര വികേന്ദ്രീകരണത്തിന് പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ തന്നെ എന്താണ്, കുടിൽ വ്യവസായത്തെയും പുള്ളിക്കാരൻ പ്രോത്സാഹിപ്പിച്ചു. പുള്ളിക്കാരന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സൊസൈറ്റിയും അതേപോലെ തന്നെ സർവോദയ, ഇത് നോക്കി വെച്ചേക്കാം, എക്സാമിന് ചോദിക്കും. എന്താണ് സൊസൈറ്റി സർവോദയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി വിഭാവനം ചെയ്യപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ സമത്വ സുന്ദരമായിട്ടുള്ള ജാതി മത വർണ്ണ ഭേദമില്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തത്, വിഭാവനം ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു, ദളിതരായിട്ടുള്ള ആളുകളെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടും പുള്ളിക്കാരൻ പ്രവർത്തിച്ചു. ഇത്രയും കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നത്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഗാന്ധിജി വിഭാവനം ചെയ്ത സൊസൈറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമത്വ സുന്ദരമായിട്ടുള്ള ഒരു സമൂഹമാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. ജാതി മത വർണ്ണ ഭേദമില്ലാതെ എല്ലാവരും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. അതേപോലെ തന്നെ എന്താണ്, ദളിതരായിട്ടുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നത്. ഇനി അടുത്ത് എന്താണ് സർവോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി വിഷ്വലൈസ് ചെയ്തതാണ്. അതായത് എല്ലാ മെമ്പേഴ്സും എന്താണ്, എല്ലാവരും നല്ല രീതിയിൽ,
അതായത് ഗ്രേറ്റസ്റ്റ് ആയിട്ടും ഗുഡ് ആയിട്ടും എല്ലാ മെമ്പേഴ്സും വളരുക, അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കൊണ്ടുവരിക. അതാണ് സർവോദയയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ സർവോദയയിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ എല്ലാവരും ഈക്വൽ ആയിരിക്കുക, എല്ലാവർക്കും ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരിക, ആരെയും ഒരു ഒന്നിന്റെ പേരിലും എന്താണ് വേർതിരിച്ച് കാണാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സർവോദയ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നോക്കിയേ, മേജർ പൊളിറ്റിക്കൽ തിയറീസ്, പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ സിദ്ധാന്തം എന്താണ്? ലിബറലിസം. ലിബറലിസത്തിൽ എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, മനുഷ്യന്മാർക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരാം നമുക്ക് പറയാം. ഇൻഡിവിജ്വൽസിന്റെ ലിബർട്ടിയാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ ജനങ്ങളുടെ ജനക്ഷേമമാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവർ എന്ത് ചെയ്യുന്നില്ല, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ലിബറലിസം എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽസിൽ നിന്ന് തുടങ്ങി ഇൻഡിവിജ്വൽസ് തന്നെ അവസാനിക്കുന്ന ഒരു തിയറിയാണ്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് മാക്സിസം എന്ന് പറഞ്ഞ തിയറിയാണ്. എന്താണ് മാക്സിസം? മാക്സിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ കാറൽ മാക്സ് ആണ്. സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്. ഈ ഒരു പ്രശ്നത്തെ കാറൽ മാക്സ് തന്റെ മാക്സിസം എന്ന സിദ്ധാന്തത്തിലൂടെ സമ്പത്ത് തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടുപിടിക്കുകയും തെളിയിക്കുകയും ചെയ്തു. പിന്നെ അടുത്ത് നമ്മൾ നോക്കിയത് ഗാന്ധിസ് ആണ്. നമുക്കറിയാം ഗാന്ധിജിയുടെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഗാന്ധിസത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. പുള്ളിക്കാരൻ എന്താണ്, എപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തോട് വളരെയധികം വിമർശനം പുലർത്തിയിരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ അധികാരം എല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിച്ച ഒരു മനുഷ്യനാണ്. അതായത് പുള്ളിക്കാരന്റെ ഒരു പോളിസിയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ കുടിൽ വ്യവസായത്തെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ വരുന്നതാണ് സൊസൈറ്റി ആൻഡ് സർവോദയ എന്ന് പറയുന്നത്. എന്താണ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സൊസൈറ്റി? നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത സൊസൈറ്റി എന്ന് പറയുന്നത് യാതൊരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എല്ലാവർക്കും എന്താണ്, ജാതിമത വർഗ വർണ്ണ ഭേദമില്ലാതെ സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സൊസൈറ്റി എന്നൊരു ആശയത്തോടു കൂടി എന്ത് ചെയ്ത് സ്വപ്നം കണ്ടത്. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരൻ ദളിതരെ മുൻപോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സർവോദയ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും ഇക്വാലിറ്റി കൊണ്ടുവരിക, എല്ലാവരും ഈക്വൽ ആയിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക. ഒരു കോൺസെപ്റ്റ് ആണ് സർവോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. എന്റെ നോട്ട് വളരെ ക്രിസ്പ് ആണ്. സോ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡ് നന്നായിട്ട് വായിക്കുക, ഗൈഡ് വായിക്കാണ്ടിരിക്കരുത്. ഗൈഡും വായിക്കുക, നോട്ടും വായിക്കുക. സോ അപ്പൊ നമ്മുടെ ക്ലാസ്